നിന്ന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കൊണ്ട് യാതൊരു ഉപദ്രവവും പോകുന്ന ജനങ്ങൾക്കില്ല. പക്ഷെ സ്റ്റാഫുകളെ കൊണ്ട് മാത്രമേ ഉള്ളൂ പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആൾക്കാരെ ഈ സ്റ്റാഫുകളായിട്ട് നിയമിക്കാൻ ഈ ബോർഡിന് എങ്ങനെ തോന്നി? ഒരു 10 പൈസന്റെ വിവരമെങ്കിലും വേണ്ട. അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ അടുത്തുള്ള ഒരു ആത്മാർത്ഥതയെങ്കിലും കാണിക്കണ്ട. ഒരാൾ പറയുന്നു 7 കൊണ്ടു കൊടുക്കാൻ, പിന്നെ ഒരാൾ പറയുന്നു 8 കൊണ്ടു കൊടുക്കാൻ, അവിടെ കൊണ്ടു കൊടുത്താൽ ഒരാൾ പറയുന്നു 15 കൊണ്ടു കൊടുക്കാൻ. അപ്പൊ ഞാൻ പറയും, ഇതെല്ലാം അറിയുന്ന ആൾക്കാരെ നിയമിച്ചാൽ പോരാ എൻ്റെ മെഡിക്കൽ ബോർഡ്, എൻ്റെ പൊന്നു സൂപ്രണ്ട. കാരണം ജനങ്ങൾ ജില്ലാ ആശുപത്രിയിൽ വരുന്നത് നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ അതിലേക്ക് ഒഴുകി വരുന്നത്. കാശുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊന്നും ആരും വരുമൊന്നുമില്ല. അവസാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്തു. ജില്ലാ ആശുപത്രിൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് യാക്കരിയിലേക്ക് 100 രൂപ, അതും പിടിച്ചു പറയും. ഞാൻ പറയുന്നത് ഇവരൊക്കെ ഈ ഓട്ടോറിക്ഷക്കാർ കട്ടപ്പാറ എടുത്തിട്ട് ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പറ്റൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഓട്ടോറിക്ഷയിൽ മീറ്ററും ഇല്ല. ഒരു മിനിമം ചാർജ് നിങ്ങൾ വാങ്ങിക്കൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പൊന്നു ഗണേഷ് സാറേ, നിങ്ങൾ ആ നിയമം ഇവരിനെ പേടിച്ചിട്ട് നിങ്ങൾ എടുത്ത് കളഞ്ഞല്ലോ. മീറ്റർ ഇടാതെ ഉള്ള ഓട്ടോക്കാരുടെ സൗജന്യ യാത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും നട്ടലില്ലാണ്ട് പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനെന്നല്ല, ഏത് സാധാരണക്കാരനും ചിന്തിക്കുന്നത്.